എൻ്റെ പേര് സിമീസ് കറിയ. ഞാൻ സബൈൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഇൻചാർജായി വർക്ക് ചെയ്യുന്നു. എങ്ങനെ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ നമ്മുടെ വീട്ടിൽ എടുക്കാമെന്നതിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏതൊരു ഇഞ്ചക്ഷനും എടുക്കുന്നതിന് മുമ്പായി നമ്മൾ കൈകൾ വൃത്തിയായി കഴുകേണ്ടതാണ്. ഡോക്ടറുടെ ഉപദേശപ്രകാരമുള്ള ഇഞ്ചക്ഷനാണ് നമ്മൾ സിറിഞ്ചിൽ ലോഡ് ചെയ്യുന്നത്. ഇതിൽ ചില വയലുകൾ, ഇങ്ങനെയുള്ള വയലുകൾക്ക് പറയുന്ന പേരാണ് മൾട്ടിഡോസ് വയലുകൾ. മൾട്ടിഡോസ് വയലുകൾ എന്നാൽ ഒരു വയലിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്താൽ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ സിറിഞ്ച് തുറക്കുക. സിറിഞ്ച് തുറന്നതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഇഞ്ചക്ഷൻ സിറിഞ്ചിൽ ലോഡ് ചെയ്യുക. എയർ ബബിൾസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുവാൻ. അതിനുശേഷം എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൃത്തിയായി ക്ലീൻ ചെയ്യണം. ഏതൊക്കെ സൈറ്റിലാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് വൃത്തിയായി ക്ലീൻ ചെയ്യുക. അതിനുശേഷം സിറിഞ്ച് 90 ആംഗിളിൽ സ്കിന്നിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നീഡിൽ ഫുള്ളായി ഇറങ്ങിയതിന് ശേഷം സിറിഞ്ചിൻ്റെ പിസ്റ്റൺ മെല്ലെ പുറകോട്ട് വലിക്കുക. എയർ ബബിൾസ് ആണ് വരുന്നതെങ്കിൽ ഇഞ്ചക്ഷൻ മെല്ലെ പുഷ് ചെയ്യാവുന്നതാണ്. ഇഞ്ചക്ഷൻ പുഷ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ്സ് നീഡിൽ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതിനാണ്. അതിനുശേഷം കോട്ടൺ ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുത്ത സൈറ്റ് അമർത്തി പിടിക്കുക. ഇത് ഇഞ്ചക്ഷൻ ഗൈനോജൻ. ഇത് മെനോട്രോപ്പിന്റെ ഒരു മൾട്ടിഡോസ് ഇഞ്ചക്ഷനാണ്. ഇതും തന്നെ ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് ഒരേ വയലിൽ നിന്ന് തന്നെ ഉപയോഗിക്കാവുന്ന ഇഞ്ചക്ഷനാണ് ഗൈനോജൻ മൾട്ടിഡോസ്. 600ന്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ള ഡോസ്. ഇത് എടുക്കേണ്ട വിധവും ഇതിനായിട്ട് തന്നെ ഒരു സിറിഞ്ച് അവൈലബിൾ ആണ്. ഈ സിറിഞ്ച് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കാവൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഇഞ്ചക്ഷൻസ് 150, 225 അല്ലെങ്കിൽ 75 എത്രയാണെന്ന് വെച്ചാലും അത് ബോട്ടിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് സിറിഞ്ചിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു 150 ഇഞ്ചക്ഷനാണ്. ഇങ്ങനെയാണ് 150 ഗൈനോജൻ മൾട്ടിഡോസ് സിറിഞ്ചിൽ എടുക്കേണ്ടത്. ഇത് ഇഞ്ചക്ഷൻ പ്യൂബർജൻ. ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് ഒരു വയലിൽ നിന്ന് എടുക്കാവുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇഞ്ചക്ഷൻ പ്യൂബർജൻ. സാധാരണ രീതിയിൽ 5 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2.5 യൂണിറ്റ്സ് ആണ് ഇത് എടുക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഇൻസുലിൻ സിറിഞ്ചാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതില് 5, 10, 15 അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് 5 യൂണിറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ഒട്ടും എയർ ബബിൾസ് ഇല്ലാത്ത രീതിയിൽ 5 യൂണിറ്റ്സ് എടുക്കണം. എടുക്കേണ്ട വിധം വയലിന്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ബോട്ടിൽ തലകീഴായി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ സിറിഞ്ചിന്റെ പിസ്റ്റൺ താഴോട്ട് വലിക്കുക. താഴോട്ട് വലിച്ച് ഇതിൽ കറക്റ്റ് 5 യൂണിറ്റ്സ് ആകുമ്പോൾ എയർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൂടുതലായാലും കുഴപ്പമില്ല, നമ്മൾ പതുക്കെ അകത്തോട്ട് അത് പുഷ് ചെയ്ത് എയർ കളഞ്ഞാൽ മതി. ഇങ്ങനെ കറക്റ്റ് 5 യൂണിറ്റ്സ് തന്നെ എടുക്കുക. എന്നിട്ട് ആദ്യം പറഞ്ഞു തന്ന രീതിയിൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സൈറ്റിൽ മാത്രം ഇത് എടുക്കുക. ഇത് ഇഞ്ചക്ഷൻ ഗൊണാല് 75 സിംഗിൾ ഡോസ് ഇഞ്ചക്ഷൻ ആണ്. അത് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പൗഡർ മിക്സ് ചെയ്യാനുള്ള വാട്ടറാണ്. ഈ സിറിഞ്ച് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ മിഡിലായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിങ്ക് കളറുള്ള നീഡിൽ അതിലോട്ട് അറ്റാച്ച് ചെയ്യുക.
അതിൻ്റെ ക്യാപ്പ് എടുത്തതിന് ശേഷം നീഡിൽ ബോട്ടിലിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. വാട്ടർ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക, ആ പൗഡർ മിക്സ് ആയി കിട്ടാൻ വേണ്ടി. തിരിച്ച് സെയിം നീഡിൽ തന്നെ ഉപയോഗിച്ച് അത് തിരിച്ച് വലിച്ചെടുക്കുക. അതിനുശേഷം ആ നീഡിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്ത് തന്നെയുള്ള റെഡ് കളർ നീഡിൽ അതിനോട് അറ്റാച്ച് ചെയ്യുക. ആ നീഡിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്, പേഷ്യന്റിന് ഇഞ്ചക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സിംഗിൾ ഡോസ് ഗോണാൽ മിക്സ് ചെയ്യേണ്ടത്. ഇത് ഇഞ്ചക്ഷൻ ഗോണാലിന്റെ മൾട്ടി ഡോസ് പെന്നാണ്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. ഇതിൽ നമ്മൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ടത് 225 ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് 225 എത്തിക്കുക പെൻ. അതിനുശേഷം ഇതിന്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുക. നീഡിൽ കണക്ട് ചെയ്തത് ഈ പേപ്പർ പോർഷൻ കീറിക്കളയാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്താൽ നീഡിൽ ഫിക്സ് ആവും. അതിനുശേഷം ഫസ്റ്റ് ഈ ക്യാപ്പ് കളയുക, സെക്കൻഡ് ഈ ക്യാപ്പ് കളയുക. ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് സെയിം സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട അതേ മെത്തേഡിൽ തന്നെയാണ്. ഇത് നോവാമിക്സിന്റെ ഒരു പെൻ ഇൻസുലിനാണ്. ഇതിൽ ഇഞ്ചക്ഷൻ നമുക്ക് സെറ്റ് ചെയ്താൽ മതി, ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 യൂണിറ്റ് എങ്കിൽ 1 യൂണിറ്റ്, 2 യൂണിറ്റ് എങ്കിൽ 2, 3, 4 ഇതിൽ മാർക്കിംഗ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ഡോക്ടർ ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് 12 യൂണിറ്റ് ആണെങ്കിൽ 12 സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്പ് ഊരിയതിന് ശേഷം നീഡിൽ കണക്ട് ചെയ്യുക. നീഡിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്താൽ നീഡിൽ ഫിക്സ് ആവും. 12 യൂണിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം പറഞ്ഞ രീതിയിൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സൈറ്റിൽ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇതിന്റെ ക്യാപ്പ് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്താൽ മാത്രം മതിയാവും. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എങ്ങനെ എടുക്കാം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.